Good evening, everyone, and good morning to all my YouTube viewers. എല്ലാവരെയും ഒരു ബിസിനസ് മാസ്റ്ററി ഹബിന്റെ പുതിയ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ബിസിനസിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്താണെന്ന് നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ? അത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വേർഡാണ് ബിസിനസ്. എന്തിന് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരമാണ് നിങ്ങൾ പറയുക എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം എന്തിന്, വൈ യു ഡു ബിസിനസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളൊരു ബിസിനസ്സുകാരനാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, എത്ര പേർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു? നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം എത്ര പേര് പറയുന്നു എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഇവിടെ സൂമിൽ പങ്കെടുക്കുന്നത് സൂമിൽ ടൈപ്പ് ചെയ്യുക, നാളെ യൂട്യൂബ് വീഡിയോയിൽ പങ്കെടുക്കുക. അതാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ ആ ബിസിനസ്സിൽ എന്താവണം എന്ന് എത്തുന്നത്. ടൈപ്പ് കമന്റ് വർക്ക് ചെയ്യുന്നില്ല അല്ലെ? ഒരു മിനിറ്റ്, ചാറ്റിംഗ് വർക്ക് ചെയ്യുന്നില്ല. ഷോ ചാറ്റ് ഉണ്ടല്ലോ, നോട്ട് വർക്കിംഗ്. ഇപ്പൊ വരും. ഓക്കെ, സോ ഇന്ന് കൺഫ്യൂഷൻ ആക്കല്ലേ? ഓക്കെ, മുമ്പേ നമ്മുടെ ബിസിനസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത്, എന്താണ് ബിസിനസിന്റെ പർപ്പസ് എന്ന് കൃത്യമായിട്ട് അവർ പറയുകയും ചെയ്യും. അപ്പൊ യൂട്യൂബ് പുതിയതായിട്ട് കാണുന്നവർക്ക് മുകളിലുള്ള കമന്റുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ പർപ്പസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതില്ലാതെ ഒരുത്തരും ബിസിനസ് ചെയ്യില്ല, ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള തത്വം അറിയുക. ഇന്ന് ഞാൻ പല കാര്യങ്ങളും ബിസിനസിനെ പറ്റിയിട്ട് നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് ചാനലിൽ ചേർത്തിട്ടുണ്ട്. പലതും നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ടാണ് ഇനി മുതൽ കുറച്ച് ദിവസങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയല്ല, ഞാൻ അതിനുമായിട്ട് യാതൊരു തര കണക്ടിവിറ്റിയും എനിക്കില്ല. പക്ഷെ എൻ്റെ പുസ്തകം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പബ്ലിഷ് ചെയ്ത മാസ്റ്ററിങ് യുവർ ബിസിനസ്സിൽ ഇതിന്റെ ഒരു ഭാഗത്തെ പറ്റി പറയുന്നു. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഞാൻ ആദ്യം അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻ്റെ പ്രൊഫഷനായി തിരഞ്ഞെടുത്തത്. കോളേജ് ലൈഫ് കഴിഞ്ഞപ്പോഴേ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴേ ഞാൻ സെയിൽസിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പാഷനായിട്ട് തിരഞ്ഞെടുത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് എന്റർപ്രണർ എന്ന ഒരവസ്ഥയിലേക്ക് ഇന്നെത്തി നിൽക്കുന്നത് ആ കംപ്ലീറ്റ് ജേണിയാണ്. ആ ജേണിയാണ് ഒരു യഥാർത്ഥ ബിസിനസ്സുകാരന് ഉണ്ടാവേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ലോഡിങ് അൺലോഡിങ് മുതൽ ലോജിസ്റ്റിക് മുതൽ ഫൈനാൻസ് വരെ, അക്കൗണ്ട്സ് വരെ, അങ്ങനെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്തിട്ടാണ് അവസാനം ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ സ്ഥാപനം നടത്തുന്ന എന്റർപ്രണർ എന്ന രീതിയിലേക്ക് വന്നത്. ആ ഒരു ജേണി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ പുസ്തകത്തിൽ മാസ്റ്ററിങ് യുവർ ബിസിനസ്സിൽ മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ടും ഓരോ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നിങ്ങളെപ്പോലെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഉള്ളവർ ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ആ ജേണി കംപ്ലീറ്റ് ചെയ്യണം, നിങ്ങൾ ഇതെല്ലാം പ്രൊസീജിയർ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സെയിൽസിന്റെ തന്നെ മറ്റൊരു രൂപമായ MLM മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. കാരണം സെയിൽസ് നമ്മൾ പല സിസ്റ്റം സെയിൽസ് ഉണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പല രൂപത്തിലുണ്ട്. അത് B2B ഉണ്ട്, B2C ഉണ്ട്, അങ്ങനെ പല രീതിയിലും സോ മെനി ഡിഫറൻഷിയേഷൻസ് ദാറ്റ്. അതെല്ലാം ഞാൻ ഇനിയുള്ള ക്ലാസ്സുകൾ സംസാരിക്കുന്നുണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ പറ്റി ക്ലാസ് എടുക്കുന്നുണ്ട്, അക്കൗണ്ട്സിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്കിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫൈനാൻസിനെ പറ്റി പറയുന്നുണ്ട്, മാനേജ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്, HR-നെ പറ്റി. ഇതൊക്കെ ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നും ഇതിൽ കൂടെ നിൽക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻസുമായിട്ട് വരിക. എനിക്ക് ഇന്നതിനെ പറ്റി അറിയണം എന്നുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരിക. അതിന് മറുപടി ഞാൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ യൂട്യൂബ് ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വെച്ചോളുക. കാരണം നിങ്ങൾക്ക് എല്ലാ ദിവസവും വരുന്ന വീഡിയോസ് കാണാനായിട്ട് ഇത് വരിക. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ, ബിസിനസ് എന്ന് പറയുന്നത് total of business sales, whether you do sales or you do marketing, you do whatever it may be, it's called as a business. Ultimately business happened within your mind ആണ്. നമ്മുടെ മൈൻഡിലാണ് ബിസിനസ് ക്രിയേഷൻ നടക്കുന്നത്. മൈൻഡ് എത്രത്തോളം പ്രിപ്പയർഡ് ആണ് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ബിസിനസ് സംഭവിക്കുന്നത്.
പലരും മൈൻഡ് അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, ബിസിനസിന്റെ ഔട്ട്പുട്ടിനെ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ബിസിനസ് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മൈൻഡ് ആണ് നമ്മുടെ ബിസിനസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ബിസിനസ് റൺ ചെയ്യുന്നതും ബിസിനസ്സിനെ ഡിസ്പോസ് ചെയ്യുന്നതും ഒക്കെ മൈൻഡിന്റെ കളികളാണ്. അപ്പോൾ നമ്മുടെ ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായിട്ട്, നമ്മുടെ സെയിൽസിന്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്തെടുത്താൽ വളരെ ലളിതമായി തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഉത്തരം അവിടെ കിട്ടും. എൻ്റെ മനസ്സ് അതിന് പ്രിപ്പയർ ആയില്ല എന്ന് തന്നെയാണ് ഉത്തരം. വേറെ ഒന്നുമല്ല. അത് ആദ്യം ചിലപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്കത് മനസ്സിലാവില്ല ഞാൻ ഈ പറയുമ്പോൾ എന്തുകൊണ്ടാന്ന്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെങ്കിൽ ഞാനത് ചില എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾ ചോദിച്ച് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഒരു ഓർഡർ എനിക്ക് മിസ്സായി. ഇന്ന് പോയ നമ്മളെ ഇത് എന്താ പറയുക, സെയിൽസ് എന്തുകൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ആ കാരണം അത് ക്ലോസ് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ക്ലോസ് ചെയ്യാൻ സാധിക്കുമെന്നോ ക്ലോസ് ചെയ്യാൻ സാധിക്കില്ലെന്നുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇത് സെയിൽസിന്റെ ഫണ്ടമെന്റലാണ്. ഇതൊന്നും പണ്ടൊക്കെ ഞങ്ങൾ സെയിൽസ് പഠിക്കാൻ പോകുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും അറിയില്ല. പക്ഷേ നമ്മുടെ മാനേജറൊക്കെ പറഞ്ഞു, നീ യു ഡിസൈഡഡ്. എൻ്റെ ബോസ് എന്നോട് പറഞ്ഞ കാര്യമാണ് എപ്പോഴും, വെൻ യു ഗോ ടു എ കസ്റ്റമർ യു ഡിസൈഡ് ഹി വിൽ ബൈ ഫോർ യു ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. അങ്ങനെയായിരുന്നു പറഞ്ഞു തന്നെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാൻ തീരുമാനിച്ചിട്ട് എങ്ങനെ ഇയാൾ മേടിക്കുക എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഇയാൾ വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ എന്നുള്ളത്. ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്ന രീതിയിൽ നമ്മളെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്തെടുക്കണം. അതിനുള്ള വേദിയാണ് നമ്മൾ ബിസിനസ് മാസ്റ്ററി ഹബിൽ ചെയ്തു വരുന്നത്. അപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പോലുള്ള മൈൻഡ് പവറിന്റെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നതിനെ പറ്റിയാണ് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ദർ ഇസ് അഗെയിൻ ലോ ഓഫ് അട്രാക്ഷൻ പറയുമ്പോൾ അഗെയിൻ ദർ ഇസ് 3 സ്റ്റെപ്സ്. അതിന്റെ ഒരു സ്റ്റെപ്പ് ഹിഡൻ സ്റ്റെപ്പ് ഉണ്ട്, അതാരും മറക്കാതിരിക്കുക. ആസ്ക്, ബിലീവ്, റിസീവ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ആസ്ക് ഇല്ലാത്തതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മളെ വിഷയം. അത് കഴിഞ്ഞ് ആസ്ക് ഉണ്ടായാൽ തന്നെ ബിലീവ്സ് ഉണ്ടാവില്ല. ബിലീവ്സ് ഉണ്ടായാലേ റിസീവ് വരുള്ളൂ. റിസീവ് ഓട്ടോമാറ്റിക് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ആസ്ക്, ബിലീവ്, റിസീവിന്റെ ഇടയിൽ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ എല്ലാവരും മിസ്സായി പോകുന്നു. അതാണ് ബിസിനസ് ഏറ്റവും കൂടുതൽ വിഷയമായി മാറുന്നത്. ഈ മൂന്ന് ഘടകങ്ങളാണ് വിഷയം മാറുന്നത്. ആസ്ക്, ബിലീവ്, ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. റിസീവ് ഓട്ടോമാറ്റിക് സംഭവിച്ചോളും. അതിന് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ലാതെ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ എന്താ പറയുക സാധ്യതകളും അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് സംഭവിക്കുന്ന മിത്സുകളെ പറ്റിയിട്ടാണ്. മിത്സ് ആൻഡ് റിയാലിറ്റി ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഐ സെഡ്, ഞാൻ മുൻകൂറായിട്ട് നിങ്ങൾ ജാമ്യം എടുക്കുന്നു. ഞാനൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ വക്താവോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളോ നെറ്റ്വർക്ക് മാർക്കറ്റുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. ഒരു ബന്ധവും എനിക്കതുമായിട്ടില്ല. എനിക്ക് അറിയാവുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുറേ ആൾക്കാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1-2 പ്രൊഡക്റ്റുകൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. സാർ ഇത് ഉപയോഗിച്ചാൽ ഗുണം കിട്ടും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് മാത്രമാണ് എനിക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബന്ധം. പക്ഷെ അതിന്റെ തിയറി എനിക്കറിയാം, ഫണ്ടമെന്റൽ അറിയാം. കാരണം ഞാൻ കൃത്യമായി പറഞ്ഞ 1999 ഞാൻ UAE വന്നപ്പോഴേ എനിക്കൊരു ഇംഗ്ലീഷുകാരൻ ഒരു ദിവസം എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക്. അവിടെ വന്നിട്ട് കുറേ കാര്യം ഇങ്ങനെ നെറ്റ്വർക്ക് 99 ഈ 1996 ഇന്ത്യയിൽ ആദ്യമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം വന്നത്. 99 ഞാനിത് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ സെയിൽസിലായതുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സംഭവത്തെ പറ്റി പറഞ്ഞു വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി അവരിതൊക്കെ സംസാരിക്കുമ്പോൾ നല്ല ഫുഡൊക്കെ കിട്ടും. ഞാനതൊക്കെ വെച്ച് ഇതെന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം എനിക്ക് ഇവിടെ ഒരു പിടിയില്ലായിരുന്നു. അന്ന് അവരെന്നോട് ഈ കോയിൻ നീ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത കുറച്ച് കഴിയുമ്പോൾ നീ 2 ആളെ ചേർത്താൽ ഈ കോയിൻ കിട്ടും, ഈ കോയിൻ. അപ്പൊ ഞാനിത് ആലോചിച്ചത് എങ്ങനെ സംഭവിക്കും. അങ്ങനെ ആ ഒരു പരിചയം എനിക്കുണ്ട്. അതിന് കൂടുതലായിട്ട് എനിക്ക് യാതൊരു പരിചയമില്ല. പക്ഷെ ഞാനൊന്നും കോയിൻ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അന്നത് മണി ചെയിൻ ആയിരുന്നു കൂടുതലായിട്ട്. ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ പോകുന്ന പരിപാടിയായിരുന്നു. എന്റെ ഓർമ്മ. അതല്ലാതെ എനിക്ക് അതിൽ കൂടുതലില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയ ശേഷം ഞാനിത് പഠിക്കാൻ തുടങ്ങി. എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, എന്താണ് ഇതിന്റെ റിയാലിറ്റി, വൈ ഇറ്റ് ഈസ് ബെനിഫിറ്റ് ഫോർ യു, വൈ പീപ്പിൾസ് ആർ റിജക്റ്റിംഗ് ഇറ്റ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും എന്തുകൊണ്ട് ആൾക്കാർ ഇതിനെ ശരിക്കും ചെയ്യുന്നവർ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു, എന്തുകൊണ്ട് ജനസമൂഹം ഇപ്പോഴും അതിന്റെ എന്താ പറയാ മറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഇതിനോട് മിത്സ് ആൻഡ് റിയാലിറ്റിയെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്.
പൊതുവെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് കേട്ടാൽ തന്നെ നമുക്കുണ്ടാവുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പൊ ആരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറയുന്നില്ല, വെൽനെസ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറയണം. ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ നടന്നു പോകുന്ന സാധനമാണ് വെൽനെസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേര് എൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറയുന്നത് വെൽനെസ് പ്രൊഡക്റ്റ് എന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വളരെ കൃത്യമായി വളരെ 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 തെറ്റിദ്ധാരണപരമായ മാറിയ ഒരു സബ്ജക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലോട്ട് പോകുന്ന ആൾക്കാരോട് ആദ്യം തന്നെ ഞാൻ റിയലി ഐ എം അപ്രീഷിയേറ്റിംഗ് യു, ബിക്കോസ് യു ആർ ടേക്കിംഗ് ഗുഡ് കറേജ് ആണ്. ഒരു വലിയ കറേജ് ആണ് നിങ്ങൾ ഇതിന് വർക്ക് ചെയ്യുന്നവർ ഇരിക്കുന്നത്. കാരണം വെച്ചാൽ സൊസൈറ്റിയിൽ ഒരു വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾ എപ്പോഴും ഒറ്റപ്പെടുക തന്നെ ചെയ്യും. അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. ആ ആ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ എന്താ പറയുക, സൊസൈറ്റിയിലെ റെവല്യൂഷന് ഒരു കാരണമായി മാറുന്നവരാണ്. അതുകൊണ്ട് ഞാൻ റിയലി ഐ എം അപ്രീഷിയേറ്റിംഗ് യു. അഗൈൻ ഞാൻ പറഞ്ഞു, എനിക്കതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല, ഞാൻ ചെയ്യുന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ അപ്രീഷിയേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയി സംസാരിക്കാൻ പോകുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഇന്ന് സംസാരിക്കുന്ന മാത്രമല്ല, ഇനി കുറേ ദിവസങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഒരു കോഴ്സ് തന്നെ ഞാൻ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ വെച്ചുകൊണ്ട് മൈൻഡ് പ്രോഗ്രാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് വിജയിപ്പിച്ചെടുക്കാം എന്നതിനെ കൃത്യമായി പറയുന്നു. ഒന്നാമത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതിന്റെ മിത്തുകളെ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇതൊരു തട്ടിപ്പാണ്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കേരളത്തിൽ പറഞ്ഞു വരുന്ന ഏറ്റവും വലിയ പോയിന്റ് നെറ്റ്വർക്ക് അതൊരു തട്ടിപ്പാണ്. രണ്ടാമത് പറയുന്ന കാര്യം, ഇതിൽ കയറിയവരെല്ലാവരും പെട്ടുപോയല്ലോ, ആളെ പെടുത്തുന്ന ഒരു പരിപാടിയാണ്. ജോലി വേണ്ടവർ മാത്രം പോകുന്ന വഴിയല്ലേ ഇത്? ഒരു പണി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ലേ ഇത്? യഥാർത്ഥത്തിൽ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് സംശയം. ഇല്ലെങ്കിൽ ബാക്കി സംശയങ്ങൾ നിങ്ങൾക്ക് പറയാം. ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് പ്രധാനപ്പെട്ട മൂന്നാമതായി പറയുന്ന കാര്യം, ഇതിന് ലീഗൽ വശങ്ങളൊന്നുമില്ല. ഇതിന് ഒരു അപ്രൂവൽ ഇല്ല, ഗവൺമെന്റ് ബോഡിയുടെ അപ്രൂവൽ ഇല്ലാത്തൊരു സംഭവമാണ് എന്ന് പറയുന്നത്. അത് എന്തോ പ്രൊഡക്റ്റ് ഇവർ വിൽക്കുന്ന ഒരു അവസ്ഥ എന്നതാണ്. ഇത് 3-4 കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ കെട്ടുകഥകളുണ്ട് നമുക്ക് പറയാൻ. ഈ കമ്പനിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു കോർപ്പറേറ്റ് കമ്പനികളല്ല, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റിന്റെ അവരുടെ അപ്രൂവൽ ഇല്ല, ഇത് സീരിയസ് ആയി ജോലി ചെയ്യുന്നവർക്ക് പറഞ്ഞ പരിപാടിയല്ല, വെറുതെ ടൈം പാസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ പണിയും ബാക്കി, അല്ലെ സാധാരണ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു, അത് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പരിപാടിയല്ലേ, ഒരു ടൈം പാസ് അല്ലേ അവർക്ക് എന്നുള്ള ഇതിൽ. പിന്നെ ഒന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിഷയമുള്ളത് എന്ന് പറഞ്ഞാൽ, ഞാൻ ചേർന്നുകൊണ്ട് കാര്യം മാത്രമല്ല, എനിക്ക് താഴെയും ആൾക്കാരെ ചേർക്കണ്ടേ, ഇതെനിക്ക് ചേർക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അതിന് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇതെല്ലാം വളരെ തെറ്റായ ധാരണയാണെന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു പോട്ടെ. ഇതെല്ലാം തെറ്റായ ധാരണ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഒരു സ്ഥലത്ത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തട്ടിപ്പാക്കാൻ പറ്റില്ല. കാരണം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ 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 എന്താ പറയാ, ഒരു ഡിഫറെന്റ് സെല്ലിംഗ് ബിസിനസ് മോഡൽ എന്ന് മാത്രമല്ലാതെ ഇതിൽ ഒരാൾക്കും ഈ കണ്ണിയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ അതിൽ ഏറ്റവും വലിയ, ഇത് കമ്പനി ആക്ട് പ്രകാരം ഇപ്പൊ 2022 ഫിക്കയും അല്ലെങ്കിൽ KPMGയും ഉള്ള റിപ്പോർട്ട് പ്രകാരം ഇതിനെ ഇന്ത്യയിലെ ഡയറക്റ്റ് സെല്ലിംഗ് വിപണിയിലെ 65,000 കോടി രൂപയുടെ ഇന്ത്യൻ വിപണിയുള്ള ഒരു പ്രസ്ഥാനമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. 65,000 കോടി രൂപ ചെറിയ എമൗണ്ട് ഒന്നുമല്ല. അത്രയും എമൗണ്ട് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ മോദി കെയർ പോലുള്ള ഒരുപാട് കാര്യങ്ങളിലെ അപ്രൂവല് ഗവൺമെന്റ് ബോഡിയിൽ, അത് കേരളത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഇതിന് ഒരു ലീഗലൈസേഷൻ നടത്തിയത്. കേരള ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് ഇതിനെ ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്തത്. 2015-ലോ 2016-ലോ മറ്റാണെന്ന് തോന്നുന്നു. അതിനുശേഷം രാംവിലാസ് പാസ്വാനാണ് കേന്ദ്ര ഗവൺമെന്റിൽ, ഇപ്പൊ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അതിനെ ഇന്ത്യയിൽ മൊത്തമായിട്ടും അതിനെ സെൻട്രൽ ഗവൺമെന്റിന്റെ ബോഡിയുടെ കീഴിലാക്കി കൊണ്ടുവരികയും അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്യൽ അതിൽ അപ്രൂവ് ചെയ്യുകയും ഒരു നോർമൽ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി ആക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റുകളെ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അത് ആ പ്രൊഡക്റ്റുകൾ സംഭവിക്കുന്നു വെച്ചാൽ, കേരളത്തിലും അല്ല എല്ലായിടത്തും ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ വിൽക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ ഒന്ന് വെൽനെസ് പ്രൊഡക്റ്റുകളാണ്. രണ്ടാമത് സൗന്ദര്യം, അതായത് ബ്യൂട്ടി പ്രൊഡക്റ്റ്, സൗന്ദര്യ പരിചരണത്തിലുള്ള വസ്തുക്കൾ ആണ്. മൂന്നാമത് ഫുഡ്, ഏതാണ്
നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള നോർമൽ ഫുഡല്ല, എക്സ്ട്രാ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ. ഫുഡ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള കുറെ എക്സ്ട്രാ ഡിഫറെന്റ് ആയിട്ട്. ഞാൻ ഇന്ന് ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്കാരും കണ്ടോന്നല്ല, ഞാൻ ഇപ്പൊ കഴിച്ചാണ്. വെണ്ടക്ക ഫ്രൈ, ബീട്രൂട്ട് ഫ്രൈ, പൊട്ടറ്റോ ഫ്രൈ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് കംപ്ലീറ്റ് ഫ്രഷ് ആയിട്ട് അതിനെ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട്, ഫ്രൈ എന്ന് വെച്ചാൽ ചട്ടിയിലിട്ട് ഫ്രൈ അല്ല, മെഷീനിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എത്ര വർഷം വേണമെങ്കിൽ വെക്കാം. നമ്മൾക്ക് അങ്ങനെ കടിച്ച് നമ്മൾ കറുമുറ് കടിച്ച് തിന്നാൻ പറ്റിയ സാധനം. ഞാൻ ഇന്നലെ എനിക്ക് ഒരാൾ തന്നതാണ്, ഒരു സ്ഥലത്ത് മേടിച്ച്. ഞാൻ ആലോചിച്ചു ഇങ്ങനെ പ്രൊഡക്റ്റുകളൊക്കെ എത്ര സുഖമാണ്. നമ്മളിപ്പോ ചിപ്സ് മേടിച്ച് കഴിക്കുന്നു, എണ്ണയിൽ വറുത്ത് ചിപ്സ് മേടിച്ച് കഴിക്കുന്നു, നമ്മൾ മിക്സർ മേടിച്ച് കഴിക്കും. ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതല്ല. അതേ സമയത്ത് 2 വെണ്ടയ്ക്ക്, ഒരു ബീട്രൂട്ടോ, ഇതെന്താ പറയാ, നമ്മൾ ഉണങ്ങിയ നമുക്ക് മുന്തിരിയും ഉണങ്ങിയ ഇതൊക്കെ കിട്ടിയ എത്ര എത്ര ആരോഗ്യത്തിന് എത്ര ഗുണമുള്ള കാര്യമാണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇത് എന്തുകൊണ്ടാണ് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗിലേക്ക് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ല, മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ബിറ്റ്വീൻ ആൾക്കാർ എടുക്കുന്ന പ്രോഫിറ്റ് മാർജിൻ വളരെ ഹൈ ആണ്. ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ 4-5 ആളിലേക്ക് കടന്നു വരുമ്പോൾ ഭയങ്കര ഹൈ ആയിട്ടാണ് പ്രോഫിറ്റ് എടുക്കേണ്ടി വരുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ പ്രോഫിറ്റ്, അതായത് ലാഭം എടുത്താലും മിഡിൽ നിൽക്കുന്ന സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് അത് ഭാഗമായി മാറും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതായത് സാധാരണക്കാരുടെ, സ്ത്രീകളുടെ, സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഇതുകൊണ്ട് ഭാഗമായി. ഞാൻ അതിന്റെ അനലറ്റിക് പറഞ്ഞു തരാം, ഇത് എന്തുകൊണ്ടൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ വരുക. പക്ഷേ മറ്റൊരു കാര്യം വെച്ചാൽ, പിന്നെ രണ്ടാമത് പറഞ്ഞത്, ഇതിൽ വരുന്നതൊക്കെ ഒരു ഗുണമില്ലാത്ത പ്രൊഡക്റ്റുകളല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളൊക്കെ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് അല്ലേ. അങ്ങനെ ഒന്നും നടക്കൂല. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ, ഡയറക്റ്റ് സെല്ലിംഗിൽ നടക്കണമെങ്കിൽ കേരളത്തിൽ നടക്കണം, കേരള ഗവൺമെന്റിനെയും കേന്ദ്രത്തിൽ നടന്ന കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച നിയമാനുസൃതമായ കമ്പനി കോർപ്പറേറ്റ് അഫെയറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള കമ്പനികൾക്ക് മാത്രമേ ഈ സാധനം ചെയ്യാമില്ലാത്ത ഒരു കമ്പനി, അതായത് BIS സർട്ടിഫിക്കേഷനും ISO സർട്ടിഫിക്കേഷനും ഇല്ലാത്ത കമ്പനികൾക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ. അപ്പൊ ആ പ്രൊഡക്റ്റുകൾക്കെല്ലാം ആ അപ്രൂവ് ക്വാളിറ്റി ഉണ്ടാവുക തന്നെ, മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്ത് കളയും, കൊടുക്കൂല. ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന DSIA എന്ന് പറയുന്ന ആ ഇതിൽ അംഗമായ കമ്പനികൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും കണ്ട് ഇതിൽ ഔദ്യോഗികതയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ഫുഡ് സപ്ലിമെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫുഡ് സപ്ലിമെന്റ്. രണ്ടാമത് പറയുന്നത് വെച്ചാൽ, ഇതൊരു സീരിയസ് ആയ ജോലിയല്ല, ഒരു ടൈം പാസ് അല്ലേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ അത് ടൈം പാസ് ആയിട്ട് എടുക്കുന്ന കാര്യം അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഇതൊരു സ്വയം തൊഴിൽ സംരംഭമാണ്. ഓൺ ബിസിനസ് എന്ന് പറയുന്ന പോലെ ഒരു തൊഴിൽ സംരംഭമാണ്. അത്രയും സീരിയസ് ആയിട്ട് എടുത്താൽ മാത്രമേ സക്സസ് ആക്കാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ അതിന്റെ പറഞ്ഞു തരാം. നിങ്ങളൊരു സാധാരണ ഷോപ്പ് തുടങ്ങുന്നതും ഒരു ഇത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് തുടങ്ങുന്നത് നമ്മൾ വ്യത്യാസം ഞാൻ അനലിറ്റിക്കലായിട്ട് പറഞ്ഞു തരാം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇതൊരു സ്വയം തൊഴിൽ, സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. സെൽഫ് എംപ്ലോയ്മെന്റ് എന്തിനാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തിനാണ് കാശ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്? വൈ യു നീഡ് മണി? നമ്മൾ മണി കൊണ്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ മണി ആഗ്രഹിക്കുന്നത്? സാധാരണ ഒരു ജോലിക്ക് പോകുന്നു, മണി കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ബിസിനസ് ചെയ്യുന്നു, അതിൽ മണി കിട്ടുന്നു. എന്തിനാണ് നമ്മൾ മണിയുടെ അൾട്ടിമേറ്റ് ഗോള്? അൾട്ടിമേറ്റ് ഗോള് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീഡം ആൻഡ് പേ ബൈ ബിൽസ്. നമ്മളെ ബില്ലുകൾ സമയാസമയങ്ങളിൽ അടക്കാനും സ്വസ്ഥമായിട്ട് ഫ്രീഡമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതോ ജോലി ചെയ്യുന്നതോ ഒക്കെ ചെയ്യുന്നത്. ഇത് രണ്ടും ഒരേ സമയത്ത് ലഭിക്കുന്നത്. ഇപ്പൊ നമുക്ക് ജോലി ചെയ്യുകയാണെന്ന് കരുതിക്കോ, 10 to 5 o'clock ഇതാണ് നമ്മൾ ജോലി സമയം. ഫ്രീഡം കിട്ടുമോ നമുക്ക്? നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഒരു ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലെ വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ? ഇതൊന്നും നമുക്ക് പറ്റൂല. അപ്പൊ ഫ്രീഡം ഇല്ല നമുക്കിവിടെ. മണി കിട്ടും, ഫ്രീഡം ഇല്ല. ഫ്രീഡം ഇല്ലാതെ മണി കിട്ടിയോണ്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ ഒന്നാമതായിട്ടുള്ള ഈ സ്വയം തൊഴിലിന്റെ സെൽഫ് എംപ്ലോയ്മെന്റ് ഏറ്റവും ഹയസ്റ്റ് ബെനിഫിറ്റ്. നമ്മുടെ എല്ലാ പണികളും ഫ്രീഡത്തിൽ ചെയ്തുകൊണ്ട് അതിനിടയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയാലാണ് ഏറ്റവും കൂടുതലായിട്ട് കൃത്യമായി ജോലിക്ക് പോയവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് പലരും ജോലി രാജിവെച്ച് തന്നെ ഇതിലേക്ക് വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് സമയവും കഴിവും പരിശ്രമവും എങ്ങനെ ഉണ്ട്, അതനുസരിച്ചായിരിക്കും റിസൾട്ട് ഉണ്ടാകും. വെറുതെ റിസൾട്ട് ഒന്നും കിട്ടൂല.
ഇത് ചേർന്ന് വന്നുകൊണ്ട് റിസൾട്ട് ഒന്നും കിട്ടുന്നതല്ല. നിങ്ങൾക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഓഫീസിൽ ഒരു പണിയെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെന്റ് ഓഫീസിലേക്ക് പോയിട്ട് ഒരു പണിയെടുത്തില്ലെങ്കിൽ ശമ്പളം കിട്ടുമായിരിക്കും. പക്ഷെ അതൊന്നും ഇവിടെ കിട്ടൂല. പണിയെടുത്തവന് മാത്രമേ കിട്ടുള്ളൂ. അത് സത്യമാണ്. കാരണം പണിയെടുക്കാൻ മനസ്സുള്ളവന് മാത്രം പറഞ്ഞ പണിയാണ്. എന്തുകൊണ്ട് അതിന് പേര് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നാണ്. അവനവന് ജോലി ചെയ്ത് അവനവനുണ്ടാക്കുന്ന ആത്മാർത്ഥമായ സത്യസന്ധമായ പരിപാടി. ഇതാണ് അതിന്റെ കൃത്യമായ നിർവചനം. മറ്റെന്താ? അവൻ 9 മണിക്ക് പോകും, ഫയൽ വന്നാ വന്നു, തിന്നാ കൊടുത്താ കൊടുത്തു, ഒപ്പിട്ടാ ഒപ്പിട്ടു, 100 ആൾക്കാരെ പ്രാഗം കേട്ടിട്ട് അവസാനം കിട്ടുന്ന കാശ് ഇതല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് തരുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഗുണപരമായി മാറുന്നു എന്ന് മനസ്സിലാക്കുന്നത് വരെ ഇവർ കൂടെ ഉണ്ടാവും. അല്ലാതെ പ്രൊഡക്റ്റ് തന്നിട്ട് പോകുന്ന പരിപാടി അല്ല. അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഇത് സിസ്റ്റമേ അങ്ങനെയല്ല. അത്രയും കൃത്യമായിട്ടുള്ള സിസ്റ്റം ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഒരിക്കലും ചെറുതായി കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് നല്ല ഉയർന്ന വരുമാനം കിട്ടും. ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്താൻ വളരെ സഹായമാകും. നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങും, 4 ആളുടെ ഇടയിൽ ഇറങ്ങും, 4 വാക്ക് സംസാരിക്കാൻ പഠിക്കും. എവിടെ, എന്ത്, എപ്പോൾ പറയണമെന്ന കൃത്യമായി ബന്ധം. ഒറ്റ ഉദാഹരണം ഒന്നുമില്ല. എല്ലാ ദിവസവും കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഒരുങ്ങി നടക്കാനെങ്കിലും പഠിക്കും. സമാധാനമായിട്ട് അത്രയെങ്കിലും ഉണ്ടാകും. കാശില്ലെങ്കിൽ അത്രയും ലളിതമാണ് ഈ സംഭവം തന്നെ. കക്ഷി അതേപോലെ വേറെ ആരെയും ആശ്രയിക്കാനുള്ള 10 പൈസ കയ്യിലെടുക്കാനുള്ള ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങള് ഇതിന് മറ്റൊരു ഇതും കൂടി പറയാം. ഇന്ത്യയിൽ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് 63% സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും സ്ത്രീ ശാക്തീകരണത്തിന് ഒരുപാട് സാധ്യതകളാണ്. 63% ആൾക്കാർ എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെല്ലാ പണികളും സ്ത്രീകൾ വെറുതെ പോവല്ല, വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഇത് പോകുന്നത്. അപ്പൊ ഈ 63% ആൾക്കാരും അവരെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരുത്തുന്നത്. എങ്ങനെ? അവർക്ക് ആവശ്യത്തിന്. അല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിട്ട് ഭർത്താവിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കൈ നീട്ടണം. 10 രൂപ തരുവോ, 20 രൂപ തരുവോ എന്ന് ചോദിച്ചു. അപ്പൊ എന്തിനാണ്? ഒരു ചുരിദാർ മേടിക്കണമെങ്കിൽ 10 പ്രാവശ്യം ചോദിക്കണം. പക്ഷെ ഇവിടെ അത് വേണ്ട. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. ആ നിൽക്കുന്നത് ഏറ്റവും വലിയ ഒരാളുടെ ഏറ്റവും വലിയ കഴിവ്. അത് ഇവിടെ മാത്രമേ ലഭിക്കുള്ളൂ. മറ്റെവിടെയും മറ്റൊരു ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് ഈ ഫ്രീഡമും ഇത് ലഭിക്കില്ല എന്നറിയാം. മൂന്നാമത്തെ കാര്യം, ഇതിന് ആളെ ചേർക്കണമല്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ആൾക്കാർ പറയും എനിക്ക് അങ്ങനെ ചെയ്താൽ പറ്റില്ല, ഞാൻ ആളെ ചേർക്കണ്ടേ, വെറുതെ ആക്കിയാൽ പറ്റില്ലല്ലോ. ഇതിന്റെ സിസ്റ്റം അറിയാത്തത് കൊണ്ടാണ്. നോക്കൂ, ഉൽപ്പന്നമില്ലാതെ ആളെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോഴല്ലേ ആളെ വെറുതെ നിങ്ങൾ ആൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞു 25,000 തന്നോളൂ എന്നിട്ട് ഇത് ചേർത്തോളൂ എന്ന് പറയുന്നില്ലല്ലോ. ഒരിക്കലും പോസിബിൾ അല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അങ്ങോട്ട് തന്നിട്ടാണ് നിങ്ങൾ ആളെ ചേർക്കുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് യു ആർ ജസ്റ്റ് ബൈയിങ് എ പ്രൊഡക്റ്റ്. ജെന്യുയിനായിട്ട് നിങ്ങൾ സാധനം മേടിച്ചതിന് പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ ചേരുന്നത്. ഇനി നിങ്ങൾ അതേപോലെ മറ്റുള്ളവർക്ക് സാധനം കൊടുക്കുന്നു, അവർ ഉപയോഗിക്കുന്നു, അവർ ഇങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ പൈസ മേടിച്ച് മണി ചെയിൻ പണ്ട് ചെയ്ത പോലെ പൈസ മേടിച്ചിട്ട് പോകുന്ന പരിപാടിയല്ലല്ലോ. പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തുന്നു. പിന്നെ പറയും പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് അല്ലേ എന്ന്. അല്ല, നിങ്ങൾ അതേ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോയി ചെക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ആ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ എവിടെ പോയാലും ഈ പ്രൊഡക്റ്റ് കിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവര് മിനിമൽ ഈ കമ്പനി ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി അവര് തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇടയിലുള്ള പ്രോഫിറ്റ് ഈ ഷോപ്പുകൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് നിങ്ങളിലേക്ക് തന്നെയാണ് ഈ കമ്മീഷൻ എത്തുന്നത്. ആരാണോ വാങ്ങിച്ചത് അവര് തന്നെ കമ്മീഷൻ കൊടുക്കുന്ന ഏക സമ്പ്രദായം ഇവിടെയുള്ളൂ. സാധനം വാങ്ങിച്ചവന് തന്നെ കുറച്ച് കഴിയുമ്പോൾ കമ്മീഷൻ കിട്ടുന്നു. മറ്റെവിടെയും അത് കിട്ടൂലല്ലോ. അത്രയും ലളിതമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നു. അതായത് നമ്മൾ സ്പാമിനെ പറ്റി നേരത്തെ പറഞ്ഞു. ഇതൊരു സ്കാമായി മാറുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല. കാരണം ഉൽപ്പന്നം കൊടുത്തിട്ടാണ് പൈസ മേടിക്കുന്ന ആളെ ചേർക്കുന്നത്. അതുകൊണ്ട് സ്കാം അല്ല. ഉൽപ്പന്നം മാത്രമല്ല, അതിന് സേവനം കൊടുക്കും, സർവീസും കൊടുക്കുന്നു. അത് റിപ്പീറ്റ് ചെയ്യുന്ന കസ്റ്റമറിനെ ജെന്യുയിൻ ആയിട്ടുള്ള നെറ്റ്വർക്കിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇത്രയും കൃത്യമായി നടക്കുന്നു. അപ്പൊ നല്ല ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നവരാണ് മികച്ച നെറ്റ്വർക്കുമാരായി മാറുന്നത്. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്ത ഒരാൾക്കാർ റിപ്പീറ്റ് ചെയ്യില്ല. നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ആൾക്കാരെ ചേർക്കുക എന്ന് പറയുന്നത് ഒരു ടീം പവർ കാഴ്ചവെക്കുന്നതിന്റെ ഘടകമാണ്. നമ്മൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയും മറ്റുള്ളവരുടെ സംതൃപ്തിയുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പലരും പറയുന്നൊരു വിഷയമുണ്ട്, ഞാൻ വാങ്ങിച്ചു, പക്ഷെ എനിക്കാരും ചേർക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടെയാണ് പ്രത്യേകത. നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണോ?
ഇപ്പോഴുള്ള അവസ്ഥയിൽ നിൽക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? ആ കംഫർട്ട് സോണിൽ നിൽക്കാനാണോ താല്പര്യം? 10 പൈസ സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണോ താല്പര്യം? ഉണ്ടാക്കണം. കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നടത്തണം. ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കിയിട്ട് ഊർജ്ജസ്വലമായി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തനം നടത്തണം. ഇവിടുത്തെ ഒറ്റ കൃത്യം അത് ഇത്രേ ഉള്ളൂ. നമ്മൾ നല്ല ഉൽപ്പന്നം കൊടുക്കുന്നു, അതിനനുസരിച്ച് സേവനം കൊടുക്കുന്നു, അതിന് അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നു. ഇത് മാത്രം ചെയ്താൽ മതി. അപ്പൊ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയും ഉപഭോക്താവിന്റെ സംതൃപ്തിയുമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇത് ചെയ്യുന്നവൻ അതവനാണ് ശരിയായ പ്രവർത്തകൻ എന്ന് പറഞ്ഞത്. അപ്പൊ അവന് ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാരെ കിട്ടും. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും നോർമൽ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ബിസിനസ് തമ്മിൽ വ്യത്യാസം എന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ പലരും പറയുന്നുണ്ട്, ഓക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒന്നും പറ്റില്ല എന്നെ കൊണ്ട്, ഞാൻ ചെറിയൊരു കട തുടങ്ങുന്നു എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഒരു 4 കാര്യങ്ങൾ, ഞാൻ 5 കാര്യങ്ങൾ ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കിയത് ഒന്ന്, ഒരു അത് എഴുതി വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയോളൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പാരമ്പര്യ ഒന്ന് നമ്മൾ ഒരു പാരമ്പര്യ ബിസിനസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോലെ ഒരു പാരമ്പര്യമായ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു കട തുടങ്ങുന്നവർക്ക് നിങ്ങൾ വേറൊന്നുമല്ല, ഇപ്പോ ഒരു ചായക്കട തുടങ്ങുന്നവർ ഇത്രയും മതി. വെൽനസിനായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ചായക്കട തുടങ്ങുന്നവർ നമുക്ക് മിനിമം എത്ര രൂപ ബിസിനസ് ഒക്കെ വേണം ചായക്കട തുടങ്ങണമെങ്കിൽ? ഒരു മിനിമം 5 ലക്ഷം രൂപയില്ലാത്ത ഒരു ചായക്കട കേരളത്തിൽ തുടങ്ങാൻ പറ്റില്ലല്ലോ. മിനിമം ഞാൻ ഏറ്റവും കുറഞ്ഞു തുടങ്ങാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എത്ര കിട്ടും? രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ ഈ ചായക്കട തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഏറ്റവും നല്ല സെന്റർ എന്ന് കരുതി ഒരു നല്ലൊരു ഒരു ആവറേജ് ഒരു സ്ഥലത്ത് രാവിലെ ചായക്കടയും അവിടെ കുറച്ച് സാധനങ്ങളും ഉണ്ടാക്കി നല്ല 3-4 സ്റ്റാഫൊക്കെ വേണം, പഴംപൊരി മധു ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എത്ര രൂപ കിട്ടും നമുക്ക്? ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 5 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് ഇത്രയും സമയം ബാക്കി എല്ലാം മുഴുവൻ ഒരു കല്യാണത്തിന് പോകാനോ മറ്റൊന്നും പറ്റൂല. ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം എത്ര രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ആലോചിച്ചോക്ക്. അതേ സമയത്ത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബിസിനസ് അത് സെയിം തന്നെയാണ്. സ്വയം തൊഴിൽ തന്നെ, രണ്ടും സ്വയം തൊഴിൽ തന്നെയാണ്. സ്വയം തൊഴിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് 5000 മുതൽ 25,000 രൂപയാണ്. ഈ 5000 മുതൽ 25,000 രൂപ, 25,000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വൺ ടൈം ആയി കഴിഞ്ഞു. പിന്നെ എല്ലാം റിപ്പീറ്റേഷൻ ആണ്. ഇവിടെയും അതേ 5 ലക്ഷം രൂപ അവിടെ ഡെഡായി കിടന്നു. ഇവിടെ ഡെഡായി കിടക്കണില്ല. ഈ സാധനം തന്നെ നിങ്ങൾക്ക് വിൽക്കാം. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് തന്നെ കലക്ക് വെൽനസ് ആണ്, നിങ്ങൾ തന്നെ ആരോഗ്യം കൂട്ടാം, അല്ലെങ്കിൽ ആരോഗ്യം കുറക്കാം, തടി കുറക്കാം, ഒക്കെ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളത് വിറ്റാൽ മതി. പക്ഷെ മറ്റതോ 5 ലക്ഷം രൂപ നിങ്ങളവിടെ ഫസ്റ്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അതിനകത്ത് തൊടാൻ പറ്റില്ല നിങ്ങൾക്ക്. പിന്നെ സാധനം ചായ കൊടുക്കണമെങ്കിൽ പാല് മേടിച്ചു കൊണ്ടുവരണം. ഏറ്റവും മുതൽ 5 തൊട്ട് 25,000 രൂപ വരെ ചെലവാക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്റ്റോക്ക് എടുത്തു വെക്കാതെ സ്റ്റോക്ക് വാങ്ങിക്കാതെ നമുക്ക് ഒരു സാധാരണ ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചായക്കടയാലും മാടക്കടയാലും എന്തായാലും സ്റ്റോക്ക് വെക്കണം, ഏറ്റവും കുറഞ്ഞത്. ഈ സ്റ്റോക്ക് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം. 2-3 ലക്ഷം രൂപ വേണം സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട്. ചായക്കടയാണെങ്കിൽ 25,000 രൂപ വേണമെന്ന് കരുതിക്കോ. ഇവിടെയോ സ്റ്റോക്ക് നിങ്ങൾ വെക്കുന്നില്ല. നമ്മൾ ഓർഡർ വരുമ്പോൾ ഓർഡർ ഇട്ട് കൊടുത്താൽ മതി, കമ്പനി സാധനം വെച്ചു കൊടുക്കും. ആ പൈസ കിട്ടുമ്പോൾ കമ്പനി കൊടുത്ത കമ്പനി സാധനം വെച്ച് നമ്മളൊന്നും അറിയണ്ട, നമ്മളെ കയ്യിലേക്ക് ആ എമൗണ്ട് ഇങ്ങനെ വരികയാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇനി സാധാരണ ഒരു റെസ്റ്റോറന്റാ തുടങ്ങുന്നതെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ ഒരു ചായക്കട എന്ന് കരുതിക്കോ. ഒരു പരസ്യമില്ലാതെ ഒരു ചായക്കട വർക്ക് ചെയ്യും ഇന്നത്തെ കാലത്ത്? ഇങ്ങനെ പോയും വരുന്ന ആൾക്കാർ തന്നെ കാണണമെങ്കിൽ തന്നെ അവിടെ 4 ഡെക്കറേഷൻ ലൈറ്റ് വെക്കണം, അല്ലെങ്കിൽ ബോർഡ് വലുതാക്കി വെക്കണം, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും വെക്കണം. എന്നാൽ മാത്രമേ ചായക്കടയിലേക്ക് കയറുള്ളൂ, അല്ലെങ്കിൽ കയറൂല ആൾക്കാർ, അടുത്ത കടയിൽ കയറി പോകും. അപ്പൊ പരസ്യം നമ്മുടെ കയ്യിൽ നിന്ന് കാശിട്ട് തന്നെ ചെയ്യണം, ഇല്ലാതെ സാധാരണ കട നടക്കില്ല. ഇവിടെയോ ഗിരിജ എനിക്ക് തന്ന പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ഗിരിജ ഞാൻ പറയും, ശ്രീലതയോട് പറയും, ഞാൻ അന്ന് ഇന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊന്ന് വാങ്ങിച്ചോ എന്ന് പറയും. അതെങ്ങനെ വാങ്ങിക്കാം? ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി സംഘടിപ്പിച്ചു തരാം എന്ന് പറയുന്നു. ഞാൻ കമ്പനിക്ക് ഓർഡർ ചെയ്യുന്നു, കൊടുക്കുന്നു. ഇവിടെ എവിടെയാണ് വൃത്തി വെച്ചാൽ ഒറ്റ പൈസ ചെലവില്ലാതെ നമുക്ക് ആൾക്കാരെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരും. ഇത് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തവർക്ക് മാത്രമല്ല, അല്ലാത്തവരെ പറ്റി ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ ഒറ്റ രൂപ പൈസ ചെലവില്ലാതെ പരസ്യം നടക്കും നമുക്ക്. 1 രൂപയും നടക്കണം. പിന്നെ ലാഭത്തിന്റെ കാര്യം, അതാണല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞത്.
ഒരു 5 ലക്ഷം രൂപ ചെലവാക്കി രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ ചായക്കടയിൽ ഇരുന്ന് ചായ അടിച്ചവന് വൈകിട്ട് എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം കണക്കൂട്ടി ആകുമ്പോൾ 2500 രൂപ കിട്ടും സാറേ അല്ലേ? ഏറ്റവും അത് ഹയസ്റ്റ് എമൗണ്ട്. 500 രൂപയിൽ കൂടുതൽ കിട്ടുന്നില്ല എന്ന് സത്യമാണ്. എന്നാലും നമുക്കൊരു പറയാം ഇരിക്കട്ടെ. ആൾക്കാർ ഒരു കോൺട്രവേഴ്സി പറയാൻ 2500 രൂപ കിട്ടും. ഇവിടെയോ 25,000 രൂപയുടെ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ, ഒറ്റ സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു 2500. ഞാൻ അത് എമൗണ്ട് കൃത്യമായി പറയുന്നില്ല, പലതും വേരി ആക്കി. എന്നാലും ഒരു 2500 നമ്മുടെ പോക്കറ്റിൽ വീഴും അല്ലേ? കൃത്യമായി വീഴും. ബാക്കിയെല്ലാം ഓരോ കമ്പനി ടു കമ്പനി ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായി അല്ല. എന്നാലും ഈ ചായക്കടക്കാർ കിട്ടുന്നതിന് 2 മടങ്ങെങ്കിലും കിട്ടും. പണി എത്രയാ? 2 മണി. ഒരു ദിവസം എടുത്താൽ 2 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറേ പണിയെടുക്കാനുള്ളൂ, ബാക്കിയില്ല. അപ്പോ പിന്നെ നമുക്ക് മറ്റേതാണെങ്കിൽ സാധനം മേടിച്ചു വെച്ചാൽ നഷ്ടപ്പെടുവോ? ചീഞ്ഞു പോവോ? പ്രൊഡക്റ്റ് മറ്റേ സാധാരണ കടയിൽ വെച്ചാല് കുറെ കഴിയുമ്പോൾ ഡേറ്റ് എക്സ്പയറി ആയിപ്പോവും, മറ്റേ പ്രൊഡക്റ്റ് ഔട്ട് ആയിപ്പോ ഒക്കെ ചെയ്യും. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും സാധാരണ കടയിൽ. ഇവിടെയോ വളരെ സാധ്യത കുറവാണ്. കാരണം അങ്ങനെ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ തീരെ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കും. നമ്മൾ പണിയെടുത്തതനുസരിച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതിന് യാതൊരു തർക്കവും. ഈ സാധനം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഇത് പറഞ്ഞു വെച്ചാൽ, ഈ സാധനം നിങ്ങൾ മനസ്സിലാക്കുകയും വേണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആലോചിച്ച് ഇത് ഏറ്റവും ബെനിഫിറ്റായി വരുന്ന ആൾക്കാർക്ക്? വീട്ടമ്മ ആകെ വീട്ടില് എല്ലാവരും പോകുന്നത് വരെയുള്ള ഒരു 8 മണി 10 മണി വരെയുള്ള പണിയേ വീട്ടിലുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടമ്മമാരെന്താ ചെയ്യുന്നത്? ലോകത്തിലുള്ള സകല കാര്യങ്ങളുടെ പിറകെ പോവും. ഇത് തലയിലൊത്ത് കയറുകയില്ല. എന്നിട്ട് വൈകിട്ടാകുമ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റിവിറ്റി നിറച്ചിട്ട്, ലോകത്ത് നടക്കുന്ന സീരിയലുകൾ മൊത്തം കണ്ട് നെഗറ്റിവിറ്റി നിറച്ചിട്ട് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ കാണുമ്പോൾ 2 ചാട്ടവും ആ വീട്ടിലെ അവസ്ഥ അന്നത്തോട് പരിതാപകരമാക്കി. എന്നിട്ട് അത് പിന്നെയും സീരിയലിൽ കയറിയിരിക്കുക. മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ കാലുവേദന, കൈവേദന, മുട്ടുവേദന, ദേഹവേദന, അകാല നര, വാർദ്ധക്യ അവസ്ഥ. 30 വയസ്സാകുമ്പോൾ 40 വയസ്സാകുമ്പോൾ 80 വയസ്സിന്റെ പ്രായം അല്ലെ? ഇത് വീട്ടമ്മമാരുടെ പൊതുവെയുള്ള സംഭവം. ഒരു പണിയെടുക്കാതെ ഇന്ന് കാലം മാറി. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മിനിമം ഒരു 15,000 രൂപ ഇന്ന് സാധാരണ ആവറേജ്. ഇതെല്ലാം ഞാൻ പറയുന്ന എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, കണക്കാണ്, എന്റെ കണ്ടുപിടുത്തമല്ല. ഇതെല്ലാം അവൈലബിൾ ആണ്. നെറ്റിൽ അടിച്ചു നോക്കി ഇതെല്ലാം അവൈലബിൾ ആണ്. മിനിമം ആവറേജ് ഇൻകം ഫോർ നെറ്റ്വർക്ക് മാർക്കറ്റ്, ഹൗസ് മെയ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആവറേജ് ഇൻകം 15,000 രൂപയാണ് ആവറേജ് റേറ്റ് ഒരു മാസത്തിൽ. ഇതാണ് നടക്കുന്നത് കേരളത്തിൽ. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജിൽ പഠിക്കുന്ന സൈഡായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഡിഗ്രി പഠിക്കുന്നവർക്ക് അവരവരെ വരുമാനം ഉണ്ടാക്കാനായിട്ട്, സൈഡ് ഇൻകം കിട്ടാനായിട്ട് ഏറ്റവും കൂടുതലായിട്ടിരുന്നത് എന്താണ്? അവര് സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പബ്ലിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച്, പബ്ലിക്കലായിട്ട് ബോൾഡായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, ആൾക്കാരുമായി മിങ്കിൾ ചെയ്യാനുള്ള കഴിവ്, കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ഇതൊക്കെ ആ കോളേജ് ലൈഫ് സമയത്ത് അവർക്കുണ്ടാവുന്നു. അത് വളരെ വളരെ ബെനിഫിറ്റ് ആയി വരുന്നവര്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് പെൻഷൻ പറ്റിയ ആൾക്കാർ. പെൻഷൻ പറ്റുക എന്ന് പറഞ്ഞ വലിയൊരു അബദ്ധമാണ്. ജീവിതത്തിലെല്ലാം തീർന്ന അവസ്ഥയാണ്. അവർക്ക് വീണ്ടും സമൂഹത്തിൽ ഇറങ്ങാനും കൂടുതൽ ആൾക്കാരെയും ബന്ധപ്പെടാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഊർജ്ജസ്വലം ചെയ്യാൻ പറ്റിയ ഏറ്റവും ലളിതമായ മാർഗമാണ്. നിങ്ങൾ ആ പെൻഷൻ പറ്റിയവർ പലരും പോയിട്ട് ഒരു കട തുടങ്ങിയെന്ന് വെച്ചോ, ഒരു മുറുക്കാൻ കട തുടങ്ങിയെന്ന് വെച്ചോ, അവിടെ ഇങ്ങനെ ഇരിക്കണ്ടേ? പിന്നെയും പുറകിലോട്ട് പോകല്ലേ? ഇവിടെ അതല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. എത്ര ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പുറത്തോട്ട് പോകുന്നു, ആൾക്കാർ സംസാരിക്കുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, പുതിയ പുതിയ കാര്യം. എന്ത് എനർജറ്റിക് ആയിരിക്കും, എന്ത് സംഭവമായിരിക്കും. ഇതിലൊന്നും നമ്മൾ കാശ് അങ്ങോട്ട് പോകുന്നില്ല. കാരണം പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ മാത്രമേ കാശ് പോകണ്ടൂ. അത് കൃത്യമായി പോകുന്നു. അതുകൊണ്ട് ഇതിൽ ഒരിക്കലും 10 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകണില്ല. അപ്പോൾ പെൻഷൻ സംഭവിച്ച ആൾക്ക് വരും നല്ല ഉത്സാഹത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായി ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ ഇന്ത്യയിലുള്ള സ്റ്റാറ്റിസ്റ്റിക് കണക്ക് പ്രകാരം മൊത്തമായിട്ട് ഇന്ന് 45,000 കോടി രൂപ ഡയറക്റ്റ് സെല്ലിംഗ് വിപണിയിൽ മാത്രം നടക്കുന്നു. ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമായിട്ട് 45,000 കോടി നിലവിൽ, അതായത് എനിക്ക് 2024 കണക്ക് പ്രകാരമാണ്. അപ്പോൾ
ഇത് അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ 60% ബിസിനസ് നടക്കുന്നത്. 60% ഇന്ത്യയിൽ ബിസിനസ് നടക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റ്. അതായത് എല്ലാം പണം വരുന്നത് ഗൂഗിൾ പേയിലൂടെ, സാധനം അയക്കുന്നതൊക്കെ കൊറിയർ സർവീസ്. നമ്മൾ ഒന്നും വീട്ടിലിരുന്ന് വെറുതെ ഇതുകൊണ്ട് തട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി നിങ്ങൾ എവിടെയും പോകണ്ട, ഒരു സ്ഥലത്തും പോകണ്ട, ക്യാൻവാസിംഗ് ഒന്നും പോകണ്ട. എല്ലാം സോഷ്യൽ മീഡിയയിലെ അവസ്ഥയിലാണ്. 60% സോഷ്യൽ മീഡിയയിലൂടെയാണ് നടക്കുന്നത്. പോയി നിൽക്കുന്ന കാലങ്ങളൊക്കെ പോയി. ഒന്നും വീട്ടിലിരുന്ന് മൊബൈലിൽ അങ്ങോട്ടും എല്ലാം മൊബൈലിലാണ്. ഇപ്പൊ ഏകദേശം മൊബൈലിൽ ആ പൈസ വരും, അത് കണക്ട് ചെയ്യുക, പാക്ക് ചെയ്യാൻ, അവിടെ പ്രൊഡക്റ്റ് അവിടെ കമ്പനിയിലേക്ക് ഓർഡർ ചെയ്യുക, അവിടുന്ന് സാധനം നേരിട്ട് അയച്ചോളും, ഒക്കെ ചെയ്തോളും. അത്രയും മതി. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ അറിയേണ്ടത് സത്യം അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ എപ്പോഴും ഇത് വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള, പക്ഷെ ഇത് അറിയാത്തത് കൊണ്ട്, നമ്മൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കുക. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കും. ഇത് കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാം. ഇത് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. ഒറ്റ കാര്യം എല്ലാവർക്കും പറയാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മായാജാലവും മാന്ത്രികതയും ഒന്നുമല്ല. അതുകൊണ്ട് ഇന്ന് ഇതിൽ കയറി കഴിഞ്ഞാൽ എനിക്കെന്തോ വലിയ ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് വന്നു കളയുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചു പോകരുത്. അങ്ങനെയൊന്നുമല്ല, പണിയെടുത്തവന് മാത്രമേ ഉള്ളൂ. ഇതൊരു മാർഗമാണ്, യഥാർത്ഥമായ മാർഗമാണ്. ദർ ഇസ് എ പാത്ത് എന്ന് പറയും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് നോട്ട് എ മാജിക്കൽ, ഇറ്റ്സ് എ ലൈഫ് പാത്ത് എന്ന് പറയും. ജീവിത രേഖയാണ്, മാർഗമാണത്. എന്തുകൊണ്ടാണ്? പണിയെടുക്കുന്നവന് സ്വയം തൊഴിലിലൂടെ കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടി. ബിസിനസ് അവസരങ്ങളിലൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബിസിനസ് എവിടെയൊക്കെ നടത്താൻ പറ്റുമെന്ന് തിരിച്ചറിയുകയും മനസ്സുകൊണ്ട് അതിന് തയ്യാറാവുകയും പഠിക്കാൻ തയ്യാറായും മനസ്സും പഠിക്കാൻ തയ്യാറമുള്ള മനോഭാവമുള്ളവർക്ക് മാത്രം വിജയം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അല്ലാത്തവർ ഈ പരിപാടിക്ക് പോകരുത്. കാരണം മനസ്സും ഞാൻ പുതിയതായി പഠിച്ച് കൃത്യമായി ചെയ്യും എന്നുള്ള ആത്മാർത്ഥതയുള്ളവർക്ക് മാത്രമായിട്ട് ഇറങ്ങിയിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ കെട്ടുകഥകളൊന്നും വിശ്വസിച്ച് ഇതിനിട്ട് പോകരുത്. സത്യം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ പ്ലാനോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ ചെറിയ പ്രവർത്തനത്തിലൂടെ നല്ല ജീവിത മാർഗം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. യെസ്. 10,000 രൂപയിൽ 3,000 4,000 രൂപ പ്രോഫിറ്റ്. യെസ്, വെരി ഗുഡ്. അത് എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്താണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം കൃത്യമായി പറയാം, ഈ മേഖലയിൽ പോയാൽ പണിയെടുക്കുന്നവൻ രക്ഷപ്പെടും. പണിയെടുക്കാതെ വെറുതെ ഇരിക്കുന്നവനാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് പറയാം. അത് എവിടെയും കണക്കാണ്. ശമ്പളം കിട്ടുമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവിടുന്ന് ശമ്പളം കിട്ടുന്നതാണ്. ഞാൻ നാളെ വരുന്നില്ല സാറേ എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ നാളെ ആക്കണ്ട, എല്ലാ ദിവസവും വരണ്ടപ്പ എന്ന് പറയുന്ന അവസ്ഥ പണിയെടുക്കാത്തവർക്ക് ഉണ്ടാവുമല്ലോ അല്ലെ. അതേപോലെ ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് നന്നായിട്ട് ചെയ്യുക, മാറ്റം ഉണ്ടാക്കാം, നമുക്ക് പറ്റുമെന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ക്ലാസ്സുകൾ തരാം, ഇൻസ്പിറേഷൻ തരാം, മോട്ടിവേഷൻ തരാം, ടെക്നിക്ക് പഠിപ്പിക്കാം, മൈൻഡിനെ പ്രോഗ്രാം ചെയ്യിപ്പിക്കാം, ലോ ഓഫ് അട്രാക്ഷനിലൂടെ എങ്ങനെ നേടാമെന്നൊക്കെ തുടർ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ നിങ്ങളുടെ കോപ്പറേഷൻ പോലെ ഇരിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ചെയ്യേണ്ടത് നിങ്ങളല്ലേ. ഞാൻ പോയി ചെയ്യില്ല. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. കൂടുതൽ ദിവസങ്ങൾ ഞാൻ ആഴ്ചയിൽ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ ലൈവായിട്ട് ഇവിടെ തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് തന്നെ ബിൽഡ് ചെയ്യാം. യെസ്, ശരിയാണ്, ജോലിക്ക് അനുസരിച്ച് തന്നെ ലഭിക്കും. കോഴ്സ് ബിൽഡ് ചെയ്യാം, ഇതുമായിട്ട് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ ഇത് ഒരു ബിസിനസിനെ പറ്റിയിട്ട് ഇങ്ങനെ വിളിക്കാം. പിന്നെ സെയിൽസ് മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളെല്ലാവരും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. കാരണം എനിക്ക് സെയിൽസ് വലിയ പാഷനാണ്. അതുകൊണ്ട് ഇവിടെ പലരെയും സെയിൽസ് പഠിപ്പിക്കേണ്ടി വരും ഞാൻ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, അവരോട് പറയുക, അതിലേക്ക് ചേർന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഭാഗമായി മാറാൻ പറയുക. ആ കമ്മ്യൂണിറ്റിയിൽ പല പല കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ബന്ധപ്പെട്ട് ഫ്രീ ക്ലാസ്സുകളിലൊക്കെ മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. അപ്പം സംസാരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിച്ചോളൂ. വിൽ സീ യു ലേറ്റർ നെക്സ്റ്റ് ഡേ. താങ്ക് യു ആൾ.